അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി നമസ്കാരം. അന്ന് നമ്മൾ ചെറിയ ബായി പറഞ്ഞു പോയതാണ്, അതിൻ്റെ രണ്ടാം ഭാഗം വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ പൂക്കോട്ട് തടാകത്തുനിന്ന് കണ്ട കാഴ്ചയാണ് ഇപ്പോൾ. അതായത് കുരങ്ങൻ എന്നൊക്കെ പറയല്ലേ ആ സാധനം, പിന്നെ കുറേ കുരങ്ങൻ കുട്ടികൾ. അപ്പോൾ എല്ലാം ഒരുമിച്ച് കണ്ടോളി. ഞാൻ ക്യാമറൻ്റെ ബാക്കിലായതുകൊണ്ട് ഇന്നാരും കണ്ടോളൊന്നുമില്ല, ഞാൻ എൻ്റെ ബാക്കിലല്ല. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഹോട്ടലിൽ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഭക്ഷണമായിരുന്നു. നാടൻ ഫുഡ്, നല്ല ഇലയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല നാടൻ ഫുഡായിരുന്നു. ഓക്കെ, പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ആദ്യം ചോറ് കഴിച്ച് അവിടെ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ ചെറിയൊരു കറക്കൊക്കെ അപ്പുറത്തും പുറത്തൊക്കെ കറങ്ങിയതിന് ശേഷം നേരെ റിസോർട്ടിൽ കണ്ട് കയറാണ്. അതാ കുഞ്ഞാപ്പൻ്റെ വണ്ടി, നമ്മളെ നിസാറിൻ്റെ വണ്ടി ഇടിച്ച് കയറി റിസോർട്ടിൽ. ഇനി റിസോർട്ടിലുള്ള രസകരമായ കാഴ്ചകളാണ്. ഞങ്ങൾ റിസോർട്ടിൽ കണ്ടിട്ട് എത്തുകയാണ്. അവിടെ ഇങ്ങോട്ട് ഇറങ്ങണ നല്ല കിഡോസ്കി ഇറക്കാണ്. അതായത് ഞാനൊന്ന് സ്പീഡാക്കിയത് എല്ലാവർക്കും പെട്ടെന്ന് കണ്ട് തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ ചെറിയ ചടപ്പിടും. ഞാൻ അങ്ങനെ ഒന്നല്ല കരുതിയത്, ഒന്നും കൂടിയാണ് സ്പീഡാക്കി. അപ്പോൾ ഇനി നമ്മളെന്താ കാണാൻ പോകുന്നത് വെച്ചാൽ ഈ റിസോർട്ടിലുള്ള കാഴ്ചകൾ മാത്രമാണ്. ഇത് ഒരു ഭാഗം കൊണ്ടോ 2 ഭാഗം കൊണ്ടോ 3 ഭാഗം കൊണ്ടോ തീരാവുന്ന വിധത്തിലുള്ള വീഡിയോസല്ല ഉള്ളത്. ഇതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. അതിന് മാത്രം രസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സാവുന് അവിടെ ആ ഏർമാടം കണ്ടപ്പോൾ നേരെ ആണ്ട് കയറായി. എന്തിനാണെന്നുള്ളത് എനിക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങളവിടെ എത്തി ഇറങ്ങി അകത്തേക്കണ്ട് കയറണം. എല്ലാവരും ഒക്കെ വേഗം പൊക്കണൊക്കെ കയ്യിൽ തൂക്കി. എനിക്ക് ഹിന്ദിക്കാരൊക്കെ വന്ന വരിക വന്നതേ, മറ്റേ സ്ഥിരമായിട്ടുള്ളൊരു ബാഗ് ഉണ്ടല്ലോ, ഹിന്ദിക്കാർ പണിക്കൊണ്ടോ കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു ബാഗ് കിട്ടും. മുത്ത് വന്നപ്പോൾ തന്നെ അതിൻ്റെ മേലെ കയറി ഇരിക്കുക. ആ ഏർമാടത്തിൻ്റെ മേലെ എന്താ പുതിയ അന്തം മുട്ടിരിക്കണത്. കുഞ്ഞാപ്പോടെ കുളിക്കാനുള്ള സ്ഥലം തിരിഞ്ഞിങ്ങനെ നടന്നിരുന്നു. പിന്നെ കുഞ്ഞാപ്പിനെ കണ്ടില്ല. ഞാൻ ആ സമയം കൊണ്ട് ഇങ്ങനെ കാടൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ക്യാമറ കൊണ്ട്. ചുറ്റുഭാഗം മൊത്തം കാടാണ്. ജഗതി പറഞ്ഞ മാതിരി ഈ ഫോറസ്റ്റ് എല്ലാം കാടാണെന്ന് പറഞ്ഞില്ല, എന്ന മാതിരത്തെ കാടാണ് അവിടെ. ഇതാണ് റിസോർട്ട്. ഇത് മൊത്തത്തിൽ അന്ന് ഞങ്ങളാണ്ട് എടുത്ത് നോക്കിയിട്ടല്ല. പിന്നെ കുഞ്ഞാപ്പൂൻ്റെ ചെങ്ങായിൻ്റെതാണ്. പിന്നെ പറഞ്ഞല്ല, കുഞ്ഞാപ്പ് ആ ഒരു ആവശ്യത്തിൽ കിടന്ന് ആടനാട്ടെങ്കിൽ എന്തിയാതി ആട്ടാല്ല. നേരെ വന്ന് കുഞ്ഞാപ്പ് പിന്നെ വെള്ളത്തിൽ മേളായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറല്ല, 1 മണിക്കൂറിന്റെ മേലെ വെള്ളത്തിൽ കിടന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മള് എന്ത് ചെയ്തിട്ടില്ല, ഇതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിന് നിന്ന് അതിനെ നേരം കിട്ടുള്ളൂ. അത്രയും സമയം ഓൻ അതിന് ഉള്ളിലിരുന്ന് അതിന് കയറിയിട്ടില്ല. മറ്റുള്ളവരൊക്കെ കയറി, ഓൻ കയറിയില്ല. ഓൻ അതിൽ കിടന്ന് കൂട്ടം മാറിയേ. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയും പിടിച്ച് ഇവരെ ഒരു എർമാണ്ടി ആയിട്ട് ബാക്കിൽ അങ്ങനെ നടക്കുകയാണ്. കാരണം ഇവരെ ഒപ്പിയെടുക്കുക, അതൊക്കെ കാണണമല്ലോ നമുക്ക് പിന്നീട് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇത് ക്യാമറയിൽ ഇങ്ങനെ പകർത്തുക. എൻ്റെ കാര്യമായിട്ടുള്ള പരിപാടി ചെയ്തത്. അതുകൊണ്ട് ഇതിലില്ല ഇന്നല്ലാതെ കാണില്ല. പിന്നെ ഇടയ്ക്കൊന്ന് അതിൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് എനിക്കൊരു അവസരം കിട്ടിയത്. അതും രാത്രിയാണ് കിട്ടിയത്. അവിടെ കിടന്ന് ചാടി കളിക്കാനും എല്ലാത്തിനുള്ളൊരു അവസരം കിട്ടിയത്. പിന്നെ അതാ പാട്ട് നടക്കണ്ട അവിടെ കേട്ടോ. അടിപൊളി പാട്ടാണ് നടക്കണത്. ഈ പാട്ടൊന്നും ഇപ്പോൾ തിരി നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയാണ് നടക്കണത്. മുസ്തും മാമനും അതേപോലെ വെലിക്ക് അവിടെ ചെന്ന് പോരാണ്. കുഞ്ഞാപ്പും മുസ്തും മാമനുമാണ് ഫുഡിൻ്റെ കാര്യമായിട്ട്. മറ്റുള്ളവരൊക്കെ വെറുതെ രസത്തിന് ഇടക്കിടക്ക് ഇങ്ങനെ കഥ പറഞ്ഞു പോരുന്നുള്ളൂ. മാമൻ്റെ ചെത്ത് വയ്ക്കണം, എന്തിയാതി വെട്ടാ വെട്ടണത്. അത് ഭയങ്കര തന്നെ. ലാമ്പൊക്കെ അവിടെ പോയി ഇങ്ങനെ പോരാട്ടോ, അല്ലാതെ ഓനൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. വെറുതെ രസമായിട്ട് കടന്നിറങ്ങിയാണ്ടേ നോക്കി ഇങ്ങനെ പോരാ. എന്തായതല്ല മക്രോണിയാണ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് മാമൻ്റെ വക ഉള്ളി വാട്ടലും പരിപാടി. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ ഇങ്ങനെ പോയി നോക്കി പോയിട്ടുണ്ട്. കാരണം തിന്നാനായിണോ നോക്കാനും മതി. മാമന് ആണ്ട് 2 അടുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. പെരയിലൊരു പ്ലാവിൻ്റെ ഇല വീണ മറച്ചിടാത്ത ടീമാണ്. വയനാട് പോയാണ്ടേ 2 അടുപ്പ് ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത്. മുസ്തുവിൻ്റെ പെരയിലൊക്കെ അത്യാവശ്യം പണിയെടുക്കുന്ന ആളാണ്. അത് മുസ്തുവിനെ കണ്ടാൽ തന്നെ അറിയാം. അവന് കൈകാര്യം ചെയ്യുന്ന ഓരോ രീതിയായി ഭയങ്കര. അതിനിടയ്ക്ക് നമ്മളെ നിസാറിൻ്റെ പാട്ടുണ്ടായിരുന്നു. പാട്ടൊന്നും ഇതിൽ കേൾപ്പിക്കൂലട്ടോ, കാരണം നിങ്ങൾ നീറ്റ് ഓടും. പിന്നെ ഞങ്ങൾ ആ മക്രോണിയാണ് കഴിച്ച്. കുഞ്ഞാപ്പുണ്ടാക്കിയ മക്രോണിയോ ഉള്ളത് പറയില്ല. അപാര ടേസ്റ്റ് പറഞ്ഞ സാധനം തയ്ച്ചില്ല. ആ ചട്ടിക്ക് നോക്കിയാണെങ്കിൽ സാധനം ഇല്ല. അതിന് മാത്രം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഇനി ഒരുപാട് പറയണ്ട, പക്ഷെ പറയാനുള്ള ടൈമില്ല. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞിട്ട് അവിടെ കൊണ്ട് നിർത്തുകയാണ്. പിന്നെ അവിടുന്ന് ഇറങ്ങി ഇതാ കുഞ്ഞാപ്പ് ഇറങ്ങണം. അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ ഇറങ്ങിയത്. കുഞ്ഞാപ്പ് എങ്ങോട്ടാ പോകണമെന്ന് നോക്കാം. ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ ഇറക്കണം. മുസ്തു മാത്രമേ ഇനി അവിടുന്ന് വരാനുള്ളൂ. മുസ്തു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയണം, ഭയങ്കര ഒരു വൈബായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ മുഹൂർത്തങ്ങൾ ഉണ്ടായത് വളരെ കുറവാണ്. അപ്പോൾ ഉള്ളത് നമ്മൾ എടുത്ത് പറയണമല്ലോ. എല്ലാവരും കൂടെ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ കൂടാന്ന് പറയുമ്പോഴേ അത് ഭയങ്കര ഒരു മൂഡാണല്ലോ. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഈ ഡാൻസ് ഒന്ന് കാണി. നല്ല കിഡിലൻ ഡാൻസ് ആണ്ട് കണ്ടാളി. എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ പറയാം.
അപ്പോൾ എല്ലാവരും ഡാൻസ് കണ്ടില്ലേ? അതിൽ മായും മന്ത്രമൊന്നും ചേട്ടാ, നല്ല അടിപൊളി ഡാൻസാണ്. കാരണം നമ്മൾ ഇതുവരെ എവിടെയും പോയി എന്താ പറയുക പോയി ഡാൻസ് പഠിച്ച ആൾക്കാരൊന്നുമല്ല. എന്നാൽ ഞങ്ങളുടെ അടുത്ത് നല്ല നല്ല അടിപൊളി സ്റ്റെപ്പുകളുണ്ട്, പഴയ തരം സ്റ്റെപ്പുകൾ. അത് മൊത്തത്തിൽ ഞങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ വീഡിയോസിൻ്റെ അതിൻ്റെ കാര്യങ്ങളും കഥകളൊന്നും ഇതിൽ വിവരിച്ചിട്ടില്ല. ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട്, രസങ്ങൾ പറയാനുണ്ട്, രസങ്ങൾ ഒരുപാട് കാണാനുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് കാണാനുണ്ട്, ഇനിയും സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് മറിയണത് കാണാനുണ്ട്, പല കാര്യങ്ങളും കാണാനുണ്ട്. പക്ഷേ അത് എല്ലാം കൂടി ഈ വീഡിയോസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഡാൻസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും ഒരു കാര്യം കൂടി ഒരിക്കൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മുഴുവൻ രസങ്ങൾ അതിലുണ്ടാവും. ഓക്കെ, എല്ലാവരോടും ബായ്.